ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരു വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഒരു പറ്റം വിശ്വാസ സമൂഹം ആ ഒരു വ്യക്തിക്കായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു ഹൃദയങ്ങൾ തുടങ്ങി പ്രായമായവർ വരെ ആ വ്യക്തിയുടെ ആരോഗ്യത്തോടെയുള്ള മടങ്ങിവരവിനായി കൊതിക്കുന്നു. മുഖവുരയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. ലോകം മുഴുവൻ പാപ്പയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. നിരവധി ചിത്രങ്ങളും ലെറ്ററുകളുമാണ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് രോഗമുക്തി ആശംസിച്ച് ദിനംപ്രതി വന്നു ചേരുന്നത്. ഇതിനിടയിൽ 9 വയസ്സുള്ള ഒരു സ്പാനിഷ് പെൺകുട്ടി പാപ്പയ്ക്ക് എഴുതിയ കത്ത് ശ്രദ്ധ നേടുകയാണ്. സ്പെയിനിലെ സെഗോർ കാസ്റ്റലോൺ രൂപതയിലെ 9 വയസ്സുകാരിയായ മരിയയും മുൻപ് ന്യൂമോണിയ ബാധിതയായിരുന്നു. ഫ്രാൻസിസ് പാപ്പയെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ബൈലാറ്ററൽ ന്യൂമോണിയ തന്നെയാണ് മരിയയെയും ബാധിച്ചിരുന്നത്. വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥനയും ആശംസയും അറിയിച്ചാണ് മരിയയുടെ കത്ത്. 1857 വിശുദ്ധ മരിയ റോസ മൊളാസ് വാൽവേ സ്ഥാപിച്ച കോൺഗ്രിഗേഷനാണ് അവർ ലേഡി ഓഫ് കൺസലേഷൻ ഓഫ് സന്യാസിനി സമൂഹം. ഈ സന്യാസിനി സമൂഹം നടത്തുന്ന ബുറിയാന പട്ടണത്തിലെ കൺസോളേഷൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ കൊച്ചു പെൺകുട്ടി. 2 വർഷം മുമ്പ് ബൈലാറ്ററൽ ന്യൂമോണിയ പിടിപെട്ട് 12 ദിവസം ആശുപത്രിയിൽ കടന്നിരുന്നുവെന്ന് പെൺകുട്ടി പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറയുന്നു. അതിൽ 2 ദിവസം ICUവിലായിരുന്നു. എൻ്റെ ആശംസകൾ നേരുന്നതിനാണ് ഞാൻ എഴുതുന്നത്. എത്രയും വേഗം പാപ്പ സുഖം പ്രാപിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കഴിഞ്ഞ സെപ്റ്റംബറിൽ താൻ മാതാപിതാക്കളോടൊപ്പം റോമിലേക്ക് ഒരു തീർത്ഥാടനത്തിന് എത്തിയിരുന്നുവെന്നും പാപ്പയുടെ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നുവെന്നും മരിയ കത്തിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ പാപ്പ അന്ന് ഇന്തോനേഷ്യൻ സന്ദർശനത്തിലായിരുന്നുവെന്ന ദുഃഖവും അവൾ പങ്കുവച്ചിട്ടുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന ആശംസയോടെയാണ് കുഞ്ഞു മരിയയുടെ കത്ത് അവസാനിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ ഛായാചിത്രവും കത്തിലുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.